CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ചുറ്റുമതിലിൽ ഇടിച്ചുകയറി 6 വയസ്സുകാരി ഉൾപ്പെടെ 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് അപകടമുണ്ടായത്. ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫെല്ല എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഴിമതിരഹിതവും വർഗീയ വിരുദ്ധവുമായ ഒരു നാടായി നിൽക്കാൻ കേരളത്തിൽ തുടർഭരണം ആവശ്യമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം മണ്ഡലം വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ജീവനൊടുക്കി. പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ രാമനത്ത് വീട്ടിൽ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി MLA. AKP-CTA 68ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കുന്നംകുളം നഗരത്തിൽ ശുദ്ധജലം പാഴാകുന്നു. ജലവിതരണ വകുപ്പിന്റെ അനാസ്ഥയെന്ന ആക്ഷേപം. തൃശൂർ റോഡിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുന്നത്. ശനിയാഴ്ച പൈപ്പിലെ അഴുക്ക് നീക്കം ചെയ്യുന്നതിനായി കുഴിയെടുത്ത് പൈപ്പ് കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. എന്നാൽ അഴുക്ക് നീക്കം ചെയ്ത ശേഷം പൈപ്പ് കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നില്ല. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ത്രിദിന ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കാളൂർ വെള്ളാത്ത് വീട്ടിൽ സന്തോഷിന്റെ മകൻ ഗോവർദ്ധനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 13 വയസ്സാണ്. പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷുഹൈബ് ഓർമ്മദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് V ബാലചന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുത്തിക്കാട് ഭാരതമാതാ LP സ്കൂളിന്റെ 71ാം വാർഷികാഘോഷവും പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 64ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വിജയിപ്പിക്കുന്നതിനായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. കുടുംബശ്രീ FNHWവിന്റെ ഭാഗമായി സംസ്ഥാനത്തെ CDSകൾ നടപ്പിലാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിക്ക് ചാവക്കാട് നഗരസഭ 24ാം വാർഡിൽ തുടക്കം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കൺവെൻഷൻ PP പാപ്പച്ചൻ നഗറിലെ ഏരിയ ഓഫീസ് ഹാളിൽ നടന്നു. വടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ ഖുർആൻ പാരായണ മത്സരം നടത്തി. 22 വർഷത്തിലധികം നീണ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ നാസർ ഹുസൈൻ മാസ്റ്ററുടെ യാത്രയയപ്പ് പരിപാടി സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചിറമനേങ്ങാട് പാലാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ചൊവ്വന്നൂർ ശ്രീ കൊടുവായൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഞായറാഴ്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. ചൂണ്ടൽ പയ്യൂക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വിവിധ ചടങ്ങുകളോടെ വിപുലമായി ആഘോഷിക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.